അലർജി ഉള്ളവർ എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം? ജനറൽ നമ്മൾ പറയാറുണ്ട് നമ്മളെ കുടലിന്റെ ആരോഗ്യം നന്നാക്കണം, അതിന് വേണ്ടിയിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിക്കണം, അതുപോലെ വിറ്റാമിൻസ് കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ അധികം ആളുകൾക്കും ഭയങ്കര സംശയമാണ് എന്താണ് കഴിക്കുക എന്നുള്ളത്. പുളിയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് മുസംബി, ഓറഞ്ച്, മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടി വരാറുണ്ട്. പ്രശ്നമൊന്നുമില്ലെങ്കിൽ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച്, മുസംബി ഒക്കെ കഴിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. രാത്രി സമയത്ത് ഒരു കാരണവശാലും പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത്. വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പേരക്കയിലാണ്. ഓറഞ്ചിലും മുസംബിലും ഉള്ളതിനേക്കാളും കൂടുതൽ വിറ്റാമിൻ സി പേരക്കയിലുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കഴിക്കേണ്ടത് ആപ്പിൾ ആണ്. ആപ്പിളിൽ ക്യൂർസിറ്റിൻ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കുന്നു, ഹിസ്റ്റമിൻ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ബെറീസ് ആണ്. ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലാക്ക് ബെറീസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. കാരണം ഇതിലൊക്കെ നമ്മളെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ആന്റി ഓക്സിഡൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ ചില ആളുകൾക്ക് അലർജിയുടെ ഭാഗമായിട്ട് തുമ്മലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കുക. അല്ലാത്ത ആളുകൾക്ക് പൈനാപ്പിൾ കഴിക്കാവുന്നതാണ്. കാരണം പൈനാപ്പിൾ ബ്രോമലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്. ഇത് ഹിസ്റ്റമിന്റെ കൗണ്ട് ഒക്കെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനമൊക്കെ കൂടുതലായിട്ട് എളുപ്പമാക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പപ്പായയാണ്. പപ്പായയിൽ കൂടുതലായിട്ട് വിറ്റാമിൻ സി ഉണ്ട്. അത് മാത്രമല്ല ദഹനത്തിന് വളരെയധികം നല്ലതാണ്. കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പപ്പായ ജനറലി നമ്മുടെ ബോഡിക്ക് വളരെയധികം നല്ലതാണ്. പോംഗ്രാനൈറ്റ് ആണ് അടുത്തതായിട്ട് കഴിക്കേണ്ടത്, അതായത് ഉറുമ്പാമ്പഴം. ഇത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന വഴി നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ കുറയാണ്, ആന്റി ഓക്സിഡൻസ് റിച്ച് ആണ്, മാത്രമല്ല ബ്ലഡ് കൂടുതൽ ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അലർജി ഉള്ള ആൾക്ക് ബ്ലഡിന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ട്രൈ ആവുന്നതാണ്. തണ്ണിമത്തൻ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് കൂടുതലായിട്ട് വാട്ടർ കണ്ടന്റ് വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നീർക്കെട്ടൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് അലർജിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ബാക്കിയുള്ള ഫ്രൂട്ട്സുകൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അലർജിയുടെ ട്രീറ്റ്മെന്റിനൊപ്പം തന്നെ നമ്മളെ ജനറൽ ആയിട്ടുള്ള ഹെൽത്ത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാറുള്ളൂ. അപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന വഴി തന്നെ നമ്മളെ കുടൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ മെച്ചപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അലർജിയും നല്ല രീതിയിൽ മാറ്റം വരികയാണ്. ഈ ഒരു ഇൻഫർമേഷൻ അലർജിയെ ബുദ്ധിമുട്ടുന്ന ഫ്രണ്ട്സിന് ഇന്ന് തന്നെ ഷെയർ ചെയ്തോളൂ.